എനിവേ കപാലി കപാലം, അതായത് തലയോട് കയ്യിലെടുത്ത് ഭിക്ഷ യാചിക്കുന്നവനാണ് കപാലി എന്ന് പറയുന്നത്. ഇത് പരമശിവന്റെ പേരാണ് കപാലി. പരമശിവൻ ഈ പേര് കിട്ടിയതിനെ പറ്റിയിട്ട് ഉള്ള കഥ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ താഴമ്പൂവിനെ പറ്റി പറഞ്ഞപ്പോഴും അനാമികയെ പറ്റി പറഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. അതായത് മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ ഒരിക്കൽ ഈ ത്രിലോകങ്ങളിൽ ആരാണ് ത്രിലോകങ്ങളുടെ അധിപതി അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ എന്നുള്ളത് കാര്യത്തിൽ തർക്കം ഉണ്ടായി. ഈ കഥയ്ക്ക് തന്നെ പല വേർഷൻസ് ഉണ്ട്. അപ്പൊ ഈ തർക്കം ഉണ്ടായി, ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർ മുന്നിൽ ഒരു ജ്യോതിസ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതല്ല ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു എന്നൊരു കഥയുണ്ട്. അപ്പൊ ഈ ജ്യോതിസ് ഒരു അശരീരി ഉണ്ടായി. ഇതിന്റെ അറ്റങ്ങൾ ഇതിലേതെങ്കിലും ഇതിന്റെ അറ്റം കണ്ടുപിടിക്കുന്ന ആരാണോ അവരാണ് ഈ പറഞ്ഞ പോലെ ഈ തർക്കത്തിൽ ജയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം മഹാവിഷ്ണു ഈ ജ്യോതിസിന്റെ താഴേക്കും പോയി, ബ്രഹ്മാവ് മുകളിലേക്കും പോയി. രണ്ടുപേരും ഒരുപാട് കാലം സഞ്ചരിച്ചിട്ടും ഇതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ബ്രഹ്മാവ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കൈതപ്പ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട്. അപ്പൊ കൈതപ്പൂവിനോട് ചോദിച്ചപ്പോൾ കൈതപ്പ് ഈ ജ്യോതിസിന്റെ മുകളിൽ നിന്ന് വരികയാണ്, ഇതിന്റെ അറ്റത്തുനിന്ന് വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്ത് ഈ കൈതപ്പൂവിനെ കയ്യിലെടുത്തുകൊണ്ട് വന്ന് ഞാൻ അറ്റം കണ്ടു എന്ന് പറഞ്ഞ് കൈതപ്പൂവിനെ കൊണ്ട് കള്ളസാക്ഷി പറയിപ്പിച്ചു എന്നൊക്കെയാണ് കഥ. വിഷ്ണു ആട്ടെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊരു തോൽവി സംബന്ധിച്ച് തിരിച്ചു വരികയും ചെയ്തു. ആ സമയത്ത് ബ്രഹ്മാവിന് 5 തലയുണ്ടായിരുന്നു. അപ്പം ഈ കള്ളത്തരം പറഞ്ഞതിന് ശിവൻ എന്ത് ചെയ്തു വെച്ചാൽ ബ്രഹ്മാവിന്റെ ഒരു തല അങ്ങ് നുള്ളിയെടുത്തു. ഈ തല നുള്ളിയെടുത്തപ്പോഴത്തേക്കും ബ്രഹ്മാവ് ശിവനെ ശപിച്ചു എന്ന് പറയുന്നത്. ഈ തലയോട്ടിയെടുത്ത് ഭിക്ഷ യാചിക്കാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കപാലവും കയ്യിലെടുത്തുകൊണ്ട് പരമശിവൻ ഭിക്ഷ യാചിക്കാൻ ഇറങ്ങി. അങ്ങനെ കപാലി എന്ന് പേര് കിട്ടി എന്നാണ് കഥ. ഇതാണ് സംഭവം. ഈ കപാലി എന്നുള്ള വാക്കിന് ഭിക്ഷാപാത്രം എന്നൊരു അർത്ഥം കൂടിയുണ്ട്. താങ്ക് യു.